അപ്പോ എന്തോരം പരിപാടിയായിരുന്നു അല്ലേ? ആദ്യം പെണ്ണ് കാണല്, ചെക്കൻ കാണല്, ബാച്ചിലേഴ്സ് പാർട്ടി, എൻഗേജ്മെന്റ്. നെഞ്ചകമേ നെഞ്ചകമേ പുഞ്ചിരി തൻ പാൽമഴത നാൾ വഴിയേ ഇന്റിമേറ്റ് വെഡിങ്, മിനി തലേ കല്യാണം, ഹൽദി, തമിഴ് തലേ കല്യാണം, പിന്നെ കല്യാണം, 4ാം കല്യാണം, ഇപ്പോ മണാലി. പാടുന്നേ താരാട്ടും പാട്ടിൻ ഈണമാ ഭാരങ്ങളില്ലാതെ നാം ഭാവാർദ്രമാ. കുറവില്ല ജോലെ പൊളിക്കേട്ട മോനെ നമ്മുടെ പിള്ളേരെത്തിയതാണ്. പരിപാടിക്കാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. ഒഫീഷ്യലായിട്ട് ആലോചനകൾ വന്നു. സോ ഒരു ദിവസം ഞങ്ങൾ നൈറ്റ് ഡ്രൈവ് പോയി. ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങളുടെ ലൈക്ക് പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ലൈക്ക് ഓക്കെ ഇച്ചിരി കമ്പാക്റ്റബിൾ ആണ്. നെക്സ്റ്റ് ഡേ സംസാരിച്ചു. ഞാൻ പപ്പടത്ത് ഞാൻ ഓൾറെഡി Nikhil and this family to accepting Sharon to your family. Who says sorry first? അതും ഞാൻ തന്നെ അഭിമാനപൂർവ്വം നമ്മുടെ നിഖിലും പറയാണ്. ഞാൻ തന്നെയാണ് കണ്ടുപിടിക്കാറുള്ളത്. ഏറ്റവും കൂടുതൽ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവരും വന്ദനം മൂവി കണ്ടിട്ടുള്ളവരാണ്. വന്ദനം കണ്ടിട്ടില്ലേ? രണ്ടുപേരും കണ്ടിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായോ എന്താണെന്ന്? എങ്കിലേ എന്നോട് പറ ഐ ലവ് യു. പ്രപ്പോസൽ സ്റ്റോറിയാണിത്. ലൈക്ക് ഐ വാസ് സിറ്റിംഗ് ഇൻ ദ ഫ്രണ്ട്. അതിട്ട് പെട്ടെന്ന് അപ്പു ഞാനൊരു സോങ് ഉണ്ട്, ഏതാ உந்தன் கை வீசிடும் பொய் ஜாடை என்னை ஏதே தோட்டத்தில் வீசுதே. உன் ஊர் தாண்டிடும் ரயில் பாலம் மேல் என் பூமி முடிந்து விடுதே. അങ്ങനെ ആ സോങ് വെച്ച് ലൈക്ക് വെച്ചിട്ട് എന്റെ എല്ലാ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ചാരുവിന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു. he said he's in love with me. ഹൽദി വാസ് ലൈക്ക് വേറെ വൈബായിരുന്നു. അയ്യോ സത്യം. എനിക്ക് കാണുന്നുണ്ട്.
ക്ലോസ് ഫാമിലി. എൻ്റെ only മമ്മി ഉണ്ട്, പപ്പയുണ്ട്. പപ്പയും ഞാനും ചെറിയ ചെറിയ ഇങ്ങനെ അടികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. But I love that so much. तू ही मेरा दिल नाल, तू ही मेरी जान, सोने वे तेरे नाल हुन मेरी पहचान, तेरा बन गया सब तू है, तू ही मेरी दुआ तेरा भी तू है. मैं तो मन तारे विच मंगा तेरी उड़ाइया, ये दिल पर घबराए, भूल मुझको तू कहीं ना मिले, तुम तुर जाए. ओ मन्नू, ओ मन्नू, ओ मन्नू. പിന്നെ തമിഴ് കല്യാണം എങ്ങനെയുണ്ടായിരുന്നു? തമിഴ് തല്ലേ കല്യാണം എപ്പടി ഇருக்கு? നീ തമിഴിൽ പേസുകോ? പരിപാടിയല്ലേ, ഒന്നും നോക്കാനില്ലേ, പൊളിക്കണം. നമുക്കൊരാളോട് പ്രേമം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുള്ളവരെല്ലാവരും നമുക്ക് വേണ്ടി നൃത്തം ചെയ്യും. ഇഷ്ടം കൂട്ടാൻ ബാബാ ക്യൂട്ടി പെണ്ണേ, രക്തക്കുഴലേ പ്രേമക്കൊഴുപ്പിട്ടോ, ഞെട്ടിപ്പൊട്ടി കേറും കുപ്പിച്ചില്ലേ. അതെ അതെ എന്തോ മാതിരി ഷോക്കേറ്റപ്പോൾ വെന്തേ ടോട്ടലി. തമിഴ് ഡാൻസ്, തമിഴ് പാട്ട്, ഓ തകർത്തൂലേ. ഒരു കളങ്കമില്ല എന്നൊക്കെ പറയില്ലേ കുട്ടികളുടെ അതുപോലത്തെ ഒരു സുഹൃത്തുക്കളെ കിട്ടാൻ നമുക്ക് ഭാഗ്യം വേണം. അപ്പോ ഞങ്ങള് നിഖിലിനെ പണ്ട് തൊട്ട് അറിയാം എന്നുള്ളതുകൊണ്ട് പറയല്ല, ഞങ്ങളുടെ സെക്കൻഡ് ചാരിയുടെ ഭാഗ്യമാണ്. അതത്രേ ഉള്ളൂ. അല്ല അത്രേ പറയാനുള്ളൂ, ബാക്കി ഞാൻ പൈസ എന്നിട്ട് പറയാം. ജെഫിനെ ലോഡ് ചെയ്യടാ. எனக்கு வந்து ஷேரன் எம்சிஸ் ரொம்ப நல்ல பொண்ணு. ஆனா இப்போதும் அண்ணாவை கிடைச்சதுக்கு அப்புறம் இன்னும் நல்ல பொண்ணு. അവനെ മുതൽ തന്നെ ആ ചണ്ട കുട്ടികൾ കൊണ്ട് കണ്ടുകൊണ്ട് ജനങ്ങളൊക്കെ രാജാട്ട കൊട്ടതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പറയണ്ട. ആളുകളെ ഹരായി അതും കൊമ്പുളികളും കുടിക്കലും നമ്മളെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ പഴയ കാലത്ത് കൊടുക്കും. അതെ. ബിരിയാണി വേണോ കുഴിമന്തി വേണോ? ഷാരൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ലവ് ലെറ്റർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ലവ് ലെറ്റർ വായിച്ചു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട് ലൈക്ക് ഡിയർ അപ്പു. ദെൻ ദ വെരി നെക്സ്റ്റ് ലൈൻ കുഞ്ഞിൻ്റെ കുഞ്ഞാണ്. ഇമ്മ 2 വാക്ക് പറഞ്ഞോ. ഒരു ദിവസത്തിൽ 20-25 പ്രാവശ്യം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വളരെ മിനിമലായിട്ടുള്ള ആൾക്കാർ എന്നും ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്റിമേറ്റ് ആയിട്ടൊരു ഒരു കല്യാണം. എനിക്ക് തോന്നുന്നു എല്ലാറ്റിനെക്കാട്ടും ഏറ്റവും കൂടുതൽ എനിക്കിപ്പോഴും ഓർമ്മ നിൽക്കുന്നത് എൻ്റെ വെഡിങ് തന്നെയാണ്.
സ്റ്റേജിലേക്ക് എത്തിയേക്കുവാണ്. സംസാരിക്കുകയാണെങ്കിൽ വളരെ ഫ്രീ ആയിട്ടൊരു മകനാണ്. നിങ്ങൾക്ക് അപ്പൻ്റെ അമ്മയുടെ രീതിയിൽ നല്ല പെരുമാറുന്ന ഒരു ഫ്രണ്ട്സ് എന്ന് എനിക്ക് അങ്ങനെ സംസാരിക്കുക. നമുക്കിപ്പോൾ അതിൻ്റെ വിഷമം വന്നാലും അവന് പറയണേ. ഞാനങ്ങനെ തന്നെയാണ്. നമ്മൾ 3 പേരുണ്ട്, ഞാനും വിഷ്ണു. 3 പേര് ചെറുപ്പം തൊട്ടുള്ള ഒരു 10-24 വർഷത്തെ ബന്ധമാണ്. സാറിൻ്റെ ആള് ഫംഗ്ഷൻ അടിപൊളിയായിട്ടുണ്ട്, ആൾക്ക് ഇഷ്ടമായി, ഫാമിലി കൂടി ഇഷ്ടമായിട്ടുണ്ട്. ഉഭയകുശല ചിരജീവന പ്രസുഖ ഭരിത മഞ്ജുളതര ശൃംഗാരേ സഞ്ചാരേ അധര രുചിത മധുരിത ഭഗ സുധന കനക പ്രശമ നിരത ബാന്ധവ്യേ മാംഗല്യേ മമ തവ സതി സമദശ ശത മുദ മന ശുഭ സുമന ലയിവ സുസുത സഹിത കാമം വിരഹരഹിത. ടുഡേ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണെന്ന്. ഫൈനലി ഐ എം ഗെറ്റിംഗ് മാരിഡ്. God in His goodness ordained marriage, and He said, live together, increase and multiply and fill the earth. This love is complete, it is exclusive, and it is for life. The Bible also tells us that what God did, He found that it was good. സത്യം സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ എല്ലാം പെട്ടെന്ന് പോയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ ഈ ഫോട്ടോസ് എടുക്കുന്ന സമയത്തും കാര്യങ്ങളൊക്കെ. സ്റ്റിൽ നമ്മളത് ഭയങ്കര അടിപൊളിയായിട്ട് മാനേജ് ചെയ്തിട്ട് പോയി. എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ അട്ടഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടി നമുക്ക് ആ ദിവസം ഉണ്ടായിരുന്നു. December 29th നമ്മളിത് റിലീസ് ചെയ്യാൻ പോകുന്ന ദിവസത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ 2 ബർത്ത്ഡേസാണ് അതിലൊരു കോമൺ ആയിട്ട് വന്നിട്ടുള്ളത്. റിസപ്ഷൻ കാര്യങ്ങൾ ഞാൻ എൻട്രി ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഒബ്സർവ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ നോക്കുന്നു, പിന്നെ 1 to 4 നോക്കുന്നു. അങ്ങനെ ഭയങ്കര രസമായി. ഞാൻ തിരിച്ചു പോകുമ്പോഴും ആ സെയിം സംഭവം ശ്രദ്ധിച്ചില്ലേ? റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വലിയ ആൻറ്റി രേഷാച്ചനും കൂടി കുരിശ് വരച്ച് പാദം കഴുകി. I found you passing by in cold December. Next to your face and your gaze, I remember.
cake cutting and wine hosting. This is our time into the night. ഇന്നലത്തെ പരിപാടി ഷാരൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു തോന്നുന്നു അല്ലേ? ഞാൻ Actually, I was excited and I was relaxed. ഞാൻ ഭയങ്കര relaxed ആയിരുന്നു. പക്ഷേ ഭയങ്കര സ്ട്രെസ്ഡ് ഭയങ്കര stressed ആയിരുന്നു. ഞാൻ എന്നിട്ട് when I got into his car, അയ്യോ ഞാൻ വരെ ടെൻഷൻ അടിച്ചു. ഞങ്ങൾ AC 18 ഇട്ടിട്ട് പോലും ഞാൻ He was sweating. എല്ലാവർക്കും നന്ദി. അല്ല സീരിയസ്ലി എല്ലാവർക്കും ഭയങ്കര താങ്ക്സ്. അത് ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാ ആളുകൾക്കും നൈബേഴ്സ് പരിപാടി നെയ്ബേഴ്സ് ഒരിക്കലും ആൻസാൻഡി അമാളു അച്ചു they were like very vital. ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും എൻ്റെ കൂടെ എല്ലാത്തിനും എൻ്റെ പിന്നാലെ നടന്ന് ഡ്രസ്സ് തയ്ച്ചോ ചെയ്തോ എല്ലാ ദിവസവും വീട്ടിൽ വിളിച്ച് ചോദിച്ചുകൊണ്ടായിരിക്കും. അച്ചുവാണ് എന്നെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തത്. he came from Bangalore just for this program. ഭയങ്കര വൈറ്റൽ റോൾസ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ചെന്നൈന്ന് they just came yesterday. അവർ അത്ര എഫേർട്ട് എടുത്തിട്ട് പിന്നെ ഷോർട്ട് നോട്ടീസിലാണ് വരണം അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇവന്തോ അവർ വന്നു. I think they have enjoyed a lot. അവർ കേരളയിൽ I think it's their first wedding. That's mine. So they are from Chennai. പിന്നെ my officeിലത്തെ ഫ്രണ്ട്സ് രേഷ്മ. So they also helped me a lot. ഡാൻസും പാട്ടിനും എല്ലാത്തിനും കൂടെ നിന്ന് they took a lot of effort. The point ഇത് പറയുമ്പോൾ ഹിമയുടെ മുഖത്തേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ even though ഇത് point എന്നിട്ട് everyone is having work and അവർ വർക്കിന്റെ ഇടയിലാണ് ടൈം കണ്ടെത്തി they have given time for us for our event. അവരുടെ തന്നെ പരിപാടിയായിട്ടാണ് ഇതിനെ കണ്ടത്. ഇത്രയും നല്ല രീതിയിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് വിഷ്ണു, ആക്ച്വലി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമല്ല ഷാരന്റെയും കൂടി ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്റെ നാട്ടിലത്തെ ഫ്രണ്ട്സ് അങ്ങനെ കുറെ അത് ലാസ്റ്റ് പറയാം നമുക്ക്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് 5 ഗേൾസ് ഇമാനുണ്ട്. ഡാൻസ് അങ്ങോട്ട് പറഞ്ഞാണ് എല്ലാ ഫോട്ടോയും പാട്ട് കട്ടിയാലും രാത്രി 2:30 മണി വരെ ഇരുന്ന് പാട്ട് കട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് എഫേർട്ട് ഉണ്ട്. എല്ലാ പാട്ടിനും പിടിച്ച് എന്നെ എല്ലാ ദിവസവും വിളിച്ച് ചേച്ചി അത് ചെയ്തു. പൈസയാണ് എന്റെ ജ്വല്ലറീസ് എടുത്തുകൊണ്ട് വന്നത്. സോ എല്ലാവർക്കും റോൾ ഉണ്ടായിരുന്നു. ലൈക്ക് അശ്വിൻ, ശങ്കർ, ലോന. പേരെടുത്ത് പറയുന്നില്ല നമ്മുടെ ബാച്ചിലേഴ്സ് പാർട്ടി തൊട്ടിട്ട്. കാരണം ഇപ്പോ ഷാരന്റെ ഫ്രണ്ട്സിനും എന്റെ ഫ്രണ്ട്സിനും ഉമ്മാന്റെ ഫ്രണ്ട്സിനും ഞങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അങ്ങനെ മനസ്സിലാക്കിട്ട് അറിയാം. അപ്പൊ അതിന്റെ